അതിലേറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്നത് ഇപ്പോൾ പുറത്തു വരുന്നത് മുഖ്യമന്ത്രിക്ക് ഇ.ഡി. കുരുക്കോ എന്നത് തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഇ.ഡി. നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അത് ഫെമ ചട്ടലംഘനത്തിനാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിട്ടുള്ളത്. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ആണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇ.ഡി. ഇപ്പോൾ നോട്ടീസ് നൽകിയിട്ടുള്ളത്. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മേൽ കൃത്യമായ മറുപടി നൽകണം എന്നുള്ളതാണ് ഇ.ഡിയുടെ ആവശ്യം. മുഖ്യമന്ത്രിക്ക് നേരിട്ടോ അല്ലായെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദൂതൻ വഴിയോ ഇത്തരത്തിൽ മറുപടി നൽകാം എന്നുകൂടിയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ ധനമന്ത്രി തോമസ് ഐസക്കിനും നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നതാണ് വിവരമായി പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. ആദ്യം എനിക്ക് റിപ്പോർട്ടർമാരിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് എന്താണ് ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്ന് വളരെ പെട്ടെന്ന് ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ ഇ.ഡിയുടെ നോട്ടീസ് എന്തുകൊണ്ടാണ് വരുന്നത് എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ടല്ലോ. അതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കുമ്പോൾ എന്താണ് കിഫ്ബി എന്നതും എന്താണ് മസാല ബോണ്ട് എന്നതുമാണ് ഞാൻ പ്രേക്ഷകരിലേക്ക് വളരെ പെട്ടെന്ന് അത് വിശദീകരിക്കുക എന്നതൊരല്പം പ്രയാസകരമാകുന്ന ഒന്നാണ്. കാരണം സുദീർഘമായി പറയേണ്ടതുണ്ട്. എങ്കിലും ലളിതമായി പ്രേക്ഷകരെ നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും. കേരളം എന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു സംസ്ഥാനമാണ് എന്ന് നമുക്കെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് തനത് ഫണ്ട് കണ്ടെത്തേണ്ടതുണ്ട്. അതിന് പ്രധാനപ്പെട്ട മാർഗം എന്നത് നമ്മുടെ സോഴ്സിൽ നിന്ന്, സംസ്ഥാനത്തിൻ്റെ സോഴ്സിൽ നിന്നുള്ള വരുമാനം, അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് എന്നിവയാണ് കൈകാര്യം ചെയ്യുക. പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് നമ്മളിപ്പോൾ സ്വീകരിച്ചിട്ടുള്ള ഫണ്ട് തന്നെ അതിൻ്റെ പരിമിതിയിലേക്ക് അല്ലെങ്കിൽ പരമോന്നതിയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇനി അധികം ഫണ്ട് നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുകയില്ല. അപ്പോൾ പിന്നെ പണം കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ പണം കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാക്കിയ ഒരു സംവിധാനം ആയിരുന്നു കിഫ്ബി എന്നത്. ആ കിഫ്ബി ഇപ്പോൾ ഫെമ ചട്ടങ്ങൾ ലംഘിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇ.ഡിയുടെ കണ്ടെത്തൽ. മസാല ബോണ്ട് കേസിൽ ഇപ്പോൾ തോമസ് ഐസക്കിനും ഇ.ഡി നോട്ടീസ് നൽകുന്ന പശ്ചാത്തലമുണ്ട്. അവർ റിപ്പോർട്ട് നൽകണം, അതായത് ഈ നോട്ടീസിന് മറുപടി നൽകണം എന്ന് പറയുമ്പോൾ എന്താണ് നടന്നിട്ടുള്ള ചട്ടലംഘനം എന്നത് കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാം. നമ്മുടേത് ഒരു ഫെഡറൽ സംവിധാനമാണ്. അതായത് കേന്ദ്രഭരണം ഉണ്ട്, കേന്ദ്ര സർക്കാർ ഭരിക്കുന്നു, വിവിധ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു, ഒപ്പം കേന്ദ്രഭരണത്തിൽ ഉള്ള സംസ്ഥാനങ്ങൾ ഉണ്ട്. ഇതാണ് നമ്മുടെ ഒരു ഫെഡറൽ സംവിധാനം. അപ്പോൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് സാമ്പത്തികമായ ഇടപാട് നടക്കുന്നുവെങ്കിൽ അവിടെ പ്രധാനപ്പെട്ട റോൾ എന്നത് കേന്ദ്ര സർക്കാരിന് മാത്രമാണ്. ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണം സ്വീകരിക്കുക എന്നത് പ്രായോഗികമല്ല. അതിനെ മറികടക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്റ്റേറ്റ് ചെയ്തത് കടപ്പത്രങ്ങൾ അല്ലെങ്കിൽ മസാല ബോണ്ടുകൾ ഇറക്കുക എന്നുള്ളതായിരുന്നു. ഈ മസാല ബോണ്ടിൽ ഇന്ത്യൻ കറൻസിയിൽ തന്നെയാണ് വിദേശികളായിട്ടുള്ളവർക്ക് നിക്ഷേപിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഏതാണ്ട് 2100 കോടി രൂപ വിദേശ നിക്ഷേപകരിൽ നിന്ന് നമ്മൾ സമാഹരിച്ചു. ഈ പണം ആണ് നമ്മൾ ചെലവഴിക്കാൻ തയ്യാറാക്കി വെച്ചത്. ഈ സമാഹരണം തന്നെ തെറ്റാണ് എന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചതാണ്. ഇതാണ് ഇപ്പോൾ, അതായത് ഇത്തരം ഇടപാടുകളിൽ ചട്ടലംഘനം നടന്നിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇ.ഡി ഏതാണ്ട് 3 വർഷമായി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ നടത്തിയ ശേഷം ആണ് ഇത്തരത്തിൽ ചില ഇടപാടുകൾ അത് ഫെമ ചട്ടത്തിനൊക്കെ ലംഘിച്ചിരിക്കുന്നു അല്ലെങ്കിൽ സാമ്പത്തിക ക്രമക്കേടായി അതിനെ കണക്കാക്കേണ്ടതുണ്ട്, അത് ഭരണഘടനാ ചട്ടങ്ങളുടെ ലംഘനമാണ് എന്ന നിരീക്ഷണത്തിലേക്ക് എത്തിയിട്ടുള്ളത്. നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് ആജ്ഞ രവീന്ദ്രൻ ആണ് കൊച്ചിയിൽ നിന്ന്. ആജ്ഞയിലേക്ക് പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട നീക്കം തന്നെയാണ് ഇ.ഡിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ആജ്ഞ എടുത്തു പറയേണ്ടത് ഇത് ആദ്യമായല്ല ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കിഫ്ബിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നോട്ടീസുകൾ ഉണ്ടാകുന്നത്. നേരത്തെ നമുക്കറിയാം ധനമന്ത്രി തോമസ് ഐസക്കിന് പലതവണ ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസൊക്കെ ലഭിച്ചതാണ്. അത് പിന്നീട് കോടതി കയറിയ സാഹചര്യമുണ്ട്. പക്ഷേ കോടതിയിൽ കേരളത്തിന് അനുകൂലമാകുന്ന അല്ലെങ്കിൽ ധനമന്ത്രിക്ക് അനുകൂലമാകുന്ന വിധികളാണ് പലപ്പോഴായി ഉണ്ടായത് എന്ന് നമുക്കറിയാം. പക്ഷേ കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ്, അവർക്ക് കൂടുതൽ അന്വേഷണം നടത്തുവാനുള്ള സ്വാതന്ത്ര്യവും അധികാരവും ഒക്കെയുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുരുക്കായി കാണേണ്ടതുണ്ടോ ആജ്ഞ? യെസ്, ഇപ്പോൾ ആജ്ഞയിലേക്ക് വരെ ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം ഈ വിഷയത്തിലായിരിക്കണം. ശിവൻകുട്ടിയിലേക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടാണ് BJPയുടെ നിർദ്ദേശപ്രകാരം ഇ.ഡി തോമസ് ഐസക്കിന് മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നടപടിക്രമമാണ്. ഞങ്ങളത് നിയമപരമായി തന്നെ ഗവൺമെന്റ് നേരിടുന്ന കാര്യത്തിൽ സംശയമില്ല. ഇ.ഡിയുടെ കേരളത്തിന്റെ വികസനത്തെ തടസ്സപ്പെടുത്തുവാനുള്ള എല്ലാ നീക്കങ്ങളെയും നിയമപരമായും അല്ലാതെ തന്നെ ചെറുക്കും എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്.
മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ വന്ന ശേഷം പറയാം. ഈ കോൺഗ്രസ് പറയുന്ന CPM BJP കള്ളക്കളിയുണ്ട്. ഈ നോട്ടീസ് മുരളീധരനൊക്കെ പറഞ്ഞത് നോട്ടീസ് നൽകും, പക്ഷേ പിന്നീട് അതിന്റെ ഭാഗമായി മുന്നോട്ട് പോകില്ല, അത് കള്ളക്കളിയുടെ ഭാഗമാണെന്ന്. ഞങ്ങൾക്ക് BJP ആയിട്ട് യാതൊരു ബന്ധമില്ല, കോൺഗ്രസുമായിട്ട് യാതൊരു ബന്ധമില്ല. കുറേ നാളുകളായി ED കേരളത്തെ കുരുക്കുന്നതിന് വേണ്ടി, കേരളത്തിൻ്റെ CPM നേതാക്കന്മാരെ കുരുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം പൊളിഞ്ഞ് പാളീസായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ 5-6 ദിവസം ബാക്കി നിൽക്കെ ഈ നോട്ടീസുമായി ഇറങ്ങിയിരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ്. അത് ജനങ്ങൾ പുച്ഛിച്ച് തള്ളുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതാ അല്ല, അതെല്ലാം നമുക്ക് വിവാദങ്ങൾ മനഃപൂർവ്വം ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണല്ലോ കൊണ്ടുവരുന്നത്. അത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ആ രൂപത്തിൽ തന്നെ നേരിടുന്നുണ്ട്, ജനങ്ങൾ ആ രൂപത്തിൽ തന്നെ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. യെസ്, ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം ആണ് നമ്മൾ കേട്ടത്. അദ്ദേഹം പറയുന്നത് ഇത് വളരെ കൃത്യമായി, അതായത് സർക്കാരിനെ ഒരു വേട്ടയാടുക അല്ലെങ്കിൽ സർക്കാരിനെ ഇങ്ങനെ ഇകഴ്ത്തി കാണിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് തന്നെയാണ്. ഇത് തന്നെയാണ് കിഫ്ബിയുമായി ബന്ധപ്പെട്ട് നേരത്തെയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ എന്ന് നമുക്കറിയാം. പക്ഷേ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ ആണ് സാമ്പത്തികമായി വിദേശത്ത് നിന്നുള്ള പണം സമാഹരിക്കേണ്ടത്, അതോടൊപ്പം തന്നെ ഇടപാടുകൾ നടത്തേണ്ടത്. അവിടെയാണ് ഒരു സംസ്ഥാനം ഭരണഘടനാ ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് വിദേശത്ത് നിന്ന് പണം സ്വരൂപിക്കുകയും ആ പണം ചെലവാക്കുകയും ചെയ്യുന്നത്. ഇതിനൊരു ഓഡിറ്റിംഗ് സംവിധാനമുണ്ട് എന്ന് കൺട്രോളർ പറയുന്നുണ്ടെങ്കിലും ഇത് ചട്ടങ്ങളുടെ ലംഘനമാണ് അല്ലെങ്കിൽ ഭരണഘടനയുടെ ലംഘനമാണ് എന്ന് തന്നെയാണ് വളരെ വ്യക്തമായും കേന്ദ്ര സർക്കാർ പറയുന്നത്. നമുക്ക് ആജ്ഞയിലേക്ക് തന്നെ പോകാം. ആജ്ഞ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ ആജ്ഞയും ശ്രദ്ധിച്ചു കാണും. സംസ്ഥാന സർക്കാർ ഈ വിഷയത്തെ കൃത്യമായി ഡിഫെൻഡ് ചെയ്യുകയാണ്. അതായത് ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇതിനെ സംസ്ഥാന സർക്കാരിൻ്റെ നേരിട്ടുള്ള ഒരു ഇടപെടലായല്ല, മറിച്ച് അതൊരു സർക്കാരിന് കീഴിലുള്ള ഒരു സ്വതന്ത്ര സംവിധാനമാണ് കിഫ്ബി. അതുകൊണ്ട് തന്നെ കിഫ്ബിക്ക് ആ നിലയിലൊക്കെ പ്രവർത്തിക്കാം. അതിൻ്റെ ചെയർമാൻ എന്നത് മുഖ്യമന്ത്രിയാണ്, വൈസ് ചെയർമാൻ എന്നത് ധനമന്ത്രിയാണ് എന്നിരിക്കലെ ഇത്തരത്തിൽ, അതായത് ED ഒരു തരം ഭീഷണി മുഴക്കുകയാണ് എന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ വാദം. അതിനപ്പുറത്ത് നിയമപരമായി ഈ വിഷയം സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കുമൊക്കെ തലവേദന സൃഷ്ടിക്കുന്നുണ്ടോ ആജ്ഞ? ഇതുമായി ബന്ധപ്പെട്ട് പെമാചട്ട നിയമലംഘനമാണ് ചൂണ്ടിക്കാട്ടിയാണ് ED നോട്ടീസ് അയച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മുതൽ തന്നെ തോമസ് ഐസക്കിന് 2 തവണയാണ് ഇതുമായി ബന്ധപ്പെട്ട് സമൻസ് നൽകിയിരുന്നത്. സമൻസുമായി ബന്ധപ്പെട്ട് തോമസ് ഐസക്ക് ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ഈ ഹർജി തീർപ്പാക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത് ED ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3 വർഷമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി വരുന്നുണ്ട്. ആ അന്വേഷണത്തിന് അന്തിമ റിപ്പോർട്ട് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ മുൻപാകെ ഹാജരാക്കുകയും 3 മാസം മുൻപാണ് ചെന്നൈയിലുള്ള അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ മുൻപാകെ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുന്ന സാഹചര്യമുണ്ടായത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ED നോട്ടീസ് അയക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. മുഖ്യമന്ത്രിക്കും അതുപോലെ കിഫ്ബി CEO KM എബ്രഹാമിനും അതുപോലെ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനുമാണ് നോട്ടീസ് അയച്ചിരിക്കുന്ന സാഹചര്യം. ഇതുമായി ബന്ധപ്പെട്ട് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ മുൻപാകെ മുഖ്യമന്ത്രി നിയോഗിക്കുന്ന ആളോ അല്ലെങ്കിൽ പ്രതിനിധിയോ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകിയ ശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇതിനെ സംസ്ഥാന സർക്കാർ പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയത്ത് ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ഉള്ള നീക്കം അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇടപെടൽ മാത്രമാണ്, അല്ലെങ്കിൽ BJPയുടെ ഒരു ഈ ഭയപ്പെടുത്തൽ നടപടിക്രമങ്ങൾ മാത്രമാണ്, അതിനുള്ള ശ്രമങ്ങൾ മാത്രമാണെന്നുള്ള ആരോപണം നേരത്തെ തന്നെ, അതായത് ED നോട്ടീസ് അയച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ അത് വന്നിരുന്നതാണ്. അപ്പോഴും പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട് BJP CPM ബാധവം ഇല്ല എന്ന് വ്യക്തമാക്കാൻ വേണ്ടി CPM പ്രതിനിധികൾക്ക് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്, ഇപ്പോൾ CPM ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയക്കുന്ന ഒരു നീക്കമാണ്, BJPയുടെ ഭാഗത്ത് നോട്ടീസ് അയക്കുന്ന ഒരു നീക്കമാണ് ഉള്ളത്. അത് അങ്ങനെയുള്ള ഒരു ആയുധമാണ് പ്രതിപക്ഷവും മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചയാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയുണ്ട്. അതേപോലും സംസ്ഥാനത്തിന് ഇത്തരത്തിൽ മസാല ബോണ്ട് ഇറക്കാനുള്ള അവകാശമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പെമാചട്ട നിയമലംഘനം ഇതുമായി ബന്ധപ്പെട്ട ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് പ്രകാരം ED കേസുമായി മുന്നോട്ട് പോകുന്നത്, കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാം കിഫ്ബിയുമായി ബന്ധപ്പെട്ട് അതിനുള്ള ധനസമാഹരണത്തിനാണ് 2019 ഈ മസാല ബോണ്ട്, സംസ്ഥാന സർക്കാർ മസാല ബോണ്ട് ഇറക്കുന്നത്. ഈ മസാല ബോണ്ട്
ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 9.72% പലിശ നിരക്കിലാണ് ഈ മസാല ബോണ്ട് കടപ്പത്രം വിറ്റഴിക്കുന്ന സാഹചര്യമുണ്ടായത്. അതിനുശേഷം 2150 കോടി രൂപയാണ് അതുമായി ബന്ധപ്പെട്ട് സമാഹരിച്ചതും അങ്ങനെയാണ്. പ്രളയാനന്തര അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട ഈ പണം ചിലവഴിച്ചു. അത് ഈ വിദേശ മസാല ബോണ്ടുകൾ ഇറക്കി സംസ്ഥാന സർക്കാരിന് ഇങ്ങനെ ധനം സമാഹരിക്കാനുള്ള അധികാരമില്ല. 2, അതുമായി ബന്ധപ്പെട്ട ധനസമാഹരണവുമായി ബന്ധപ്പെട്ട ആ പണം മറ്റ് ആവശ്യങ്ങൾക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഉപയോഗിച്ചു. ഈ 2 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇഡിയുടെ നോട്ടീസ്. എന്തായാലും മുഖ്യമന്ത്രിയും ധനമന്ത്രിയും അതുപോലെ മുൻ ധനമന്ത്രിയും അതുപോലെ കിഫ്ബി സിഇഒയും ഒക്കെ ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടതായിട്ടുണ്ട്. അവർക്ക് വരും ദിവസങ്ങളിൽ അതിനുള്ള സമയം ഇഡി അനുവദിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതായത് ആജ്ഞ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത്തരത്തിൽ ഒരു മസാല ബോണ്ട് ഇറക്കിക്കൊണ്ട് 2019 ആയിരുന്നു 9.72% പലിശ നിരക്കിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ഈ മസാല ബോണ്ട് ഇറക്കിയത്. അങ്ങനെ 2150 കോടി രൂപ സമാഹരിച്ചു എന്നതാണ്. ഇതിൻ്റെ ഒരു നിയമപ്രശ്നം എങ്ങനെയാണ് എന്നത് പ്രേക്ഷകർ അറിയേണ്ടത്. ഇത്തരത്തിൽ ഒരു മസാല ബോണ്ട് ഇറക്കുക അല്ലെങ്കിൽ കിഫ്ബി പോലെ ഒരു സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഒരു പ്രത്യേക സംവിധാനത്തെ രൂപീകരിക്കുക, ഇത് രാജ്യത്ത് തന്നെ ആദ്യമായി നടന്നിട്ടുള്ള ഒരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ നിയമവിദഗ്ധർക്ക് അടക്കം ഇത് വലിയ സംശയമുണ്ടാക്കുന്ന ഒന്നാണ്. ഇത്തരത്തിലൊരു സമാന്തര സംവിധാനത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? നമ്മുടെ ഭരണഘടന അതിനെ തള്ളുന്നുണ്ടോ? അതിൽ കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ സാധിക്കുമോ? ഇതിന് കൃത്യമായ ഒരു ഓഡിറ്റിംഗ് ഉണ്ടോ? ഇതിലൂടെ അഴിമതി നടക്കുമോ? ഇതെല്ലാം $1 ബില്യൺ ക്വസ്റ്റ്യനുകളാണ്. ഇതൊക്കെ ഒരു പുതിയ സംരംഭം എന്ന നിലയിൽ ഇതിന് നിയമപരമായ കൂടുതൽ സാധ്യതകൾ എന്ത് എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. ഇത് സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും ഒരുപോലെ തന്നെ വെട്ടിലാക്കുകയും ചെയ്യുന്ന ഒന്നാണ്. അതായത് എങ്ങനെയാണ് ഈ വിഷയത്തെ നിയമപരമായി എതിർക്കേണ്ടത് എന്നത് കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയാണ്. ഇതിനെ നിയമപരമായി എങ്ങനെ നിലനിർത്താം എന്നത് സംസ്ഥാന സർക്കാരിനെയും സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയാണ്. ഇനി സംസ്ഥാന സർക്കാരിൻ്റെ നീക്കങ്ങൾ എന്തായിരിക്കും എന്നതാണ് പ്രധാനപ്പെട്ടതായി മാറുന്നത്. നിലവിൽ മുഖ്യമന്ത്രിയാണ് ഈ കിഫ്ബിയുടെ ചെയർമാൻ ആയിട്ടുള്ളത്. ആരാണോ ധനമന്ത്രി അദ്ദേഹമായിരിക്കും ഇതിന്റെ വൈസ് ചെയർമാൻ ആയിട്ടുള്ളത്. ഒപ്പം ചീഫ് സെക്രട്ടറി സിഇഒ എന്ന നിലയിലേക്ക് മുൻ ചീഫ് സെക്രട്ടറി സിഇഒ എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ ഈ ഇഡി നൽകിയിട്ടുള്ള നോട്ടീസിന് മുഖ്യമന്ത്രി മറുപടി നൽകുമോ? പ്രതിനിധി വഴി മറുപടി നൽകുമോ? അതിനപ്പുറത്ത് മുഖ്യമന്ത്രി ഇത് തള്ളിക്കളയുമോ? അതല്ല എങ്കിൽ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയെ സമീപിക്കുമോ? ഇതെല്ലാം വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. അത് മുഖ്യമന്ത്രി അടക്കം നിയമോപദേശം തേടിയതിനു ശേഷമായിരിക്കും വ്യക്തമാവുകയുള്ളൂ. പക്ഷേ